ഉന്മാദം ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. പ്രധാന വേഷങ്ങളിലായി കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ, സിദ്ദീഖ് എന്നിവരൊക്കെ ഉണ്ട്. കിരൺ ദാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാഹി കബീർ ആണ് റൈറ്റർ. നിങ്ങൾക്കറിയാം ഷാഹി കബീർ പോലീസ് സിനിമകളിലൊക്കെ ഒരു മലയാള സിനിമയിൽ ആ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമാസ് ഒക്കെ എഴുതുന്നതിൽ ഇപ്പൊ മുന്നിലുള്ള ഒരാളാണ്. നായാട്ട്, ജോസഫ്, റോന്ത്, ഇലവീഴ പൂഞ്ചിറ, ഇതെല്ലാം പോലീസ് ടൈപ്പ് മെറ്റീരിയൽ പടങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. സിനിമ വൻ സിനിമയാണെന്ന് ഞാൻ പറയില്ല, ബട്ട് ഒരു ആവറേജ് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ബോറടിക്കുന്നുള്ള ഒരു സിനിമയൊന്നുമില്ല. ഇതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിലെ പെർഫോമൻസുകളാണ്. കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം വീണ്ടും കുഞ്ചാക്കോ ബോബന്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കിട്ടില്ല പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതായത് ഈ സിനിമയിൽ ഒരു വെറൈറ്റിക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഒരു ഹൊറർ ടൈപ്പ് സാധനങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടത്. അതായത് ഈ സിനിമയിൽ പറയുന്നത് ഒരു സ്റ്റേഷൻ, അതിലൊരു ഫയലുണ്ട്, അതായത് ഒരു കേസ്, ആ കേസിലുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ശിക്ഷകളും അല്ലെങ്കിൽ ദുരന്തങ്ങളും നെഗറ്റീവ്സുകളും അതാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ നാച്ചുറൽ ഒരു ഹൊറർ എലമെന്റ് ഒക്കെ വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രീം എടുത്ത് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതുമായിട്ട് കാണികൾ അല്ലെങ്കിൽ ഓഡിയൻസിന് അതുമായിട്ട് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അതുമായിട്ട് പക്ഷെ കുറച്ച് എലമെന്റ്സ് അതിലുണ്ട്. അതുമായിട്ട് ആ ഒരു സ്റ്റേഷനിലേക്ക് തന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിലേക്ക് ഒരു നായകൻ വരുന്നു. അതാണ് കുഞ്ചാക്കോ ബോബൻ. നായകനുമായിട്ട് ഇനി ആ നായകൻ ആ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ കേസുമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ, അതുമായിട്ട് പോകുന്ന ഒരു പ്ലോട്ടുള്ള ഒരു പടമാണ് ഈ ഉന്മാദം. ഇതിലെനിക്ക് ഈ ലിജോ മോളും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള കോംബോ സീൻസുകളൊക്കെ ഉണ്ട്. അതായത് അവർ തമ്മിൽ ചില സമയത്ത് കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകില്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റൻഷനലി അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, ബട്ട് അത് പറഞ്ഞു പോകും ആ ഒരു ദേഷ്യത്തിൽ. പക്ഷെ എന്നിട്ട് നമ്മൾ അത് പറയണ്ടായിരുന്നു അല്ലേ എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ഫാമിലി, ആ ഒരു കോംബോ, ഒരു ഫാമിലിയിൽ ആ ഒരു സംഭവിക്കുന്ന ഒരു സംഭവ വികാസങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഫാമിലി കുറച്ച് സാധനങ്ങളൊക്കെ കിടലനായിരുന്നു. എന്നാൽ അത് രണ്ടുപേരും ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ടോട്ടലി ഈ സിനിമ വളരെ എൻഗേജ്ഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് അത്രയ്ക്കും ബോറാണെന്ന് ചോദിച്ചാലും അല്ല. ഒരു മിഡായിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ടൈപ്പ് പടങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. ഈ ഷാഹി കബീറിന് എങ്ങനെയാണ് ഇത്രയും സ്റ്റോറികൾ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി എല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ മെറ്റീരിയലാണ്. നമ്മൾ ഈ മുമ്പ് ലോകേഷ് സിനിമ എടുക്കുമ്പോൾ പറയുവാന്ന്, ലോകേഷ് എല്ലാം ഡ്രഗ്സ്, ലോകേഷ് അപ്പൊ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ, ഡ്രഗ്സുമായിട്ട് എന്തോ ബന്ധമുള്ളേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയാൻ. അതേപോലെ ഷാഹി കബീർ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനുമായിട്ടുള്ള ബന്ധമുള്ള പടങ്ങളാണല്ലേ. ഈ എടുത്ത പടങ്ങളൊക്കെ പോലീസ് പടങ്ങളാണ്, എഴുതിയ പടങ്ങളൊക്കെ പോലീസ് പടങ്ങളാണ്. നായാട്ട്, റോന്തില് റോഷൻ ആൻഡ്രൂസും ദിലീഷ് പോത്തനൊക്കെ ഉള്ള, നായാട്ടില് ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും ഉള്ള, പിന്നെ അതല്ലാതെ തന്നെ ജോജു ജോർജും ഉള്ള, ഇലവിഴ പുഞ്ചിറ, സൗബിൻ ഷായർ അഭിനയിച്ച, ഇങ്ങനെ ഈ സിനിമകളൊക്കെ ഇതുപോലെ പോലീസ്. ഇലവിഴ പുഞ്ചിറ ക്ലൈമാക്സ് ഒക്കെ എന്റെ പെണ്ണോ, അതൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമാക്സുകളാണ്. ഞാൻ ഇത് ആ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് ആ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാമല്ലോ, അങ്ങനെ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ട് ഒരു നോർമൽ എൻഡിങ്ങിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പടം ടോട്ടലി ഈ ഒരു എലമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അത് അവർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടോട്ടലി കഥ പ്ലോട്ട് മാറി ആ നോർമൽ യൂഷ്വൽ എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് വരുമ്പോൾ മുജീബ് മജീദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളി ഏറ്റവും എനിക്ക് എക്കോയിൽ സിനിമയിൽ പുള്ളി ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, അത് സൂപ്പറാണ്, എനിക്ക് നന്നായിട്ട്. അതേപോലെ കളങ്കാവലും. പിന്നെ അതിനുശേഷം ഈ പറയത്തക്ക രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊന്നും പുള്ളിയിൽ നിന്ന് വന്നിട്ടില്ല. ബട്ട് ഇതിൽ ഓവറോൾ ഒരു നല്ലൊരു മ്യൂസിക്കും തന്നെ, ഒരു ടെൻസ്ഡ് സിറ്റുവേഷന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മുജീബ് മജീദ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി കാണാം ഉന്മാദം. ഇതിൽ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ്, ചാക്കോച്ചിന്റെ പെർഫോമൻസ് അന്യമാണ് കേട്ടാ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നത് പോലത്തെയും അല്ലെങ്കിൽ എന്തോ പോലെ ആലോചിക്കുന്നേ. കാരണം നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്.
കിട്ടില്ല പെർഫോമൻസിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ബട്ട് നെഗറ്റീവ്സ് ആയിട്ട് പറയുമ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു എലമെന്റ്സ് കുറച്ചുകൂടെ പിടിച്ചു പോയി, ആ ക്ലൈമാക്സും കൂടെ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടിയിലേക്ക് അപ്പോഴും ചിലപ്പോൾ അക്സെപ്റ്റൻസ് വരാതിരിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നാലും അതൊരു ക്ലിയർ വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നേനെ എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉന്മാദം കണ്ടിട്ട് തോന്നിയെന്നും ഉള്ളതൊന്നും മറക്കാതെ കമന്റ് ചെയ്തേക്ക്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേ ഗൈസ്. ലൈക്ക് ചെയ്തേ, കമന്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, ഹൈപ്പ് ചെയ്ത്. ബൈ ബൈ ഗൈസ്.